വയനാട്ടിൽ 4,10,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, എല്ലാ അഭ്യാസവും BJP നടത്തിയിട്ട് അതിനെ കവർ ചെയ്തിട്ടുള്ള മഹാഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് ആ ആരോപണമൊന്നും ഇവിടെ വിലപ്പോവില്ല എന്നുള്ളത് മാത്രം പ്രാഥമികമായി പറയുന്നു. ഈ തൃശ്ശൂരിലെ വോട്ട് സുരേഷ് ഗോപി ബന്ധപ്പെട്ടുള്ള വിജയത്തിൽ വലിയ വിമർശനം വരുന്നപ്പോൾ അതിന് പിന്നാലെ കരിയോയിൽ ഒഴിച്ചുകൊണ്ട് CPM പ്രതിഷേധം നടത്തിയല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഹാൻഡിൽ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ അതിനെക്കുറിച്ച് എന്തായിരുന്നു? ഇതില് വലിയൊരു പ്രചരണത്തിലേക്ക് കൊണ്ടുപോയി ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി ഇതിനെതിരായിട്ടുള്ള വലിയ ഒരു പ്രചരണ പരിപാടിക്ക് നേതൃത്വം കൊടുക്കലാണ്. എന്നിട്ട് ഗവൺമെന്റിനെ ഇലക്ഷൻ കമ്മീഷന്റെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നുള്ള വലിയ ഗൂഢാലോചന, ആ ഗൂഢാലോചനയെ തകർക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലാതെ BJPക്ക് സംഘടനമുണ്ടാക്കി അവസരം കൊടുക്കലല്ല ഈ ക്യാമ്പയിനിങ്ങിന്റെയും ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള ഈ പോരാട്ടത്തിന്റെയും അടിത്തറ. ഞാൻ തൃശ്ശൂരിന്റെ ചുമതലയുള്ള KPCC നിയോഗിച്ച ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിൽ സംഘടന ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത് കള്ളങ്ങൾ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്ത് BJP ജയിച്ചത് തൃശ്ശൂർ തട്ടിയെടുത്തു, രാജ്യത്തെ ഭരണം തട്ടിയെടുത്തു. ആ സംവിധാന ഈ നിഗൂഢമായ ഭരണഘടനയെ തകർക്കുന്ന നടപടിക്കെതിരായിട്ടുള്ള പോരാട്ടം എല്ലാ തലങ്ങളിലും നടക്കണം. അത് അക്രമത്തിന്റെ പാതയാവരുത്.